ലേണേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള റിനൈസൻസിൻ്റെ പോർഷനിൽ വരുന്ന കുറച്ചു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ശ്രീനാരായണ ഗുരു. സ്റ്റേറ്റ്മെൻറ്റ് 1. The Aruvipuram consecration took place in the year 1888 along the banks of the Neyyar river. Statement 2. Vivekodayam, the first mouthpiece of SNDP Yogam, started publication in 1904 with Kumaranashan as its founder. Third statement. Srinarayana Guru organized the historic all-religious conference at the Alua Advaita Ashramam in 1924, which was presided over by Justice സദാശിവ അയ്യർ. സോ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. ആൻഡ് ഇത് നടന്നിട്ടുള്ളത് 1888 തന്നെയാണ് ഇൻ ദ ബാങ്ക്സ് ഓഫ് നെയ്യാർ റിവർ. അതും കറക്റ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് വിവേകോദയത്തെക്കുറിച്ചാണ്. വിവേകോദയം തന്നെയാണ് SNDP യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1904 ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ കുമാരനാശൻ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ എഡിറ്ററും. ഫസ്റ്റ് എഡിറ്റർ കുമാരനാശാനായിരുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ തേർഡ് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓർഗനൈസ്ഡ് ദ ഹിസ്റ്റോറിക് ഓൾ റിലീജിയസ് കോൺഫറൻസ്, അതായത് ആലുവ സർവമത സമ്മേളനം, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആലുവ അദ്വൈതാശ്രമത്തിൽ തന്നെയായിരുന്നു 1924 ശ്രീനാരായണ ഗുരു ഓർഗനൈസ് ചെയ്തായിരുന്നു. അത് പ്രിസൈഡ് ചെയ്തിരുന്നത് ജസ്റ്റിസ് സദാശിവ അയ്യർ തന്നെയായിരുന്നു. ഓക്കെ, സോ 3 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റാണ്. ആൻഡ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 2. Consider the following statements regarding Ayyangali and Poigal Yohanan. Statements are: 1. Ayyangali founded the Sadhujana Paribalana Sangam SJPS in 1907 to protect the rights of the underprivileged. 2. The Kallumala Samaram 1915 was an agitation led by Ayyangali fighting for the right of lower caste women to wear upper cloths made of regular cloth instead of stone beads. 3. Poigal Yohanan established the Pratyaksha Deva Sabha PRDS in 1909 with its headquarters at Iravipperur. സോ അയ്യങ്കാളിയെക്കുറിച്ചും പൊയ്കൽ യോഹനാനെക്കുറിച്ചും ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ which of the statements given above are correct, and the options are A 1 and 2 only, B 1 and 3 only, C 2 and 3 only, D 1, 2 and 3. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 അയ്യങ്കാളിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യങ്കാളി ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം. കറക്റ്റാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1907 ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റ്സിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു സംഘം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ആൻഡ് 2 കല്ലുമാല സമരം നടന്നിരിക്കുന്നത് 1915. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് വിയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പകരം അവരോട് കല്ലുമാലകൾ ധരിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ കല്ലുമാലകൾ ധരിച്ച് അവരുടെ ഒരു നാണം മറയ്ക്കാനായിരുന്നു അവർക്ക് അനുവാദം ഉണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റായിട്ട് അയ്യങ്കാളി ഫൈറ്റ് ചെയ്തതിനാണ് കല്ലുമാല സമരം, 1915 കല്ലുമാല സമരം. ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ അയ്യങ്കാളി. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ 3 പൊയ്കൽ യോഹനാനെ കുറിച്ചാണ്. PRDS ദറ്റ് ഈസ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ, അത് സ്ഥാപിച്ചത് ആരാണ്? പൊയ്കൽ യോഹനാനാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1909. 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭ പൊയ്കൽ യോഹനാൻ എന്ന കുമാരഗുരുദേവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരവിപേരൂരിലാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി 1, 2 and 3. ദെൻ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ് ഓഫ് റിനൈസൻസ് ലീഡേഴ്സ് ആൻഡ് ദെയർ മേജർ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്.
കുറച്ച് റിനൈസൻസ് ലീഡേഴ്സും അവരുടെ ലിറ്റററി കോൺട്രിബ്യൂഷൻസും തന്നിട്ടുണ്ട്. നോക്കാം. 1. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ആൻഡ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം ആൻഡ് പ്രാചീന മലയാളം. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനാ ഖണ്ഡനം ആൻഡ് ആനന്ദ സൂത്രം. ദെൻ 3. വാഗ്ഭടാനന്ദ ജാതിക്കുമ്മി. ദെൻ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ പെയേഴ്സ് ഗിവൺ അബോവ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ആരാണ് ജാതിക്കുമ്മി എഴുതിയിരിക്കുന്നത്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണല്ലേ ജാതിക്കുമ്മി എന്ന് പറയുന്നത്. സോ വാഗ്ഭടാനന്ദൻ്റെ കൃതിയല്ല ജാതിക്കുമ്മി. അവിടുന്ന് തന്നെ നമുക്ക് വാഗ്ഭടാനന്ദനെ ഒഴിവാക്കാം. ആൻഡ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത് തന്നെയാണ് ഈ വിഗ്രഹാരാധനാ ഖണ്ഡനവും ആനന്ദ സൂത്രവും. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. 1 and 2 ഓൺലി, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇയർലി സോഷ്യോ പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഇൻ ട്രാവൻകൂർ. First one, the Malayali Memorial. The Malayali Memorial was submitted to the Maharaja of Travancore in 1891 under the leadership of G.P. Pilla, demanding fair representation for educated locals in government service. Once more, the Malayali Memorial was submitted to Maharaja of Travancore in 1891 under the leadership of G.P. Pilla, demanding fair representation for educated locals in government service. 2. The Irva Memorial was drafted and submitted under the leadership of Dr. Palpu in 1896, highlighting the grievance of the Irva community. Second, once more, the Irva Memorial was drafted and submitted under the leadership of Dr. Palpu in 1896, highlighting the grievance of the Irva community. Third one, the Nivartana agitation or the abstention movement of 1932 was organized by Christians, Irava and Muslim communities protesting against the constitutional reforms of the Travancore government. സോ ട്രാവൻകൂറിൽ ഉണ്ടായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ അജിറ്റേഷൻസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബോവ് ആർ കറക്റ്റ്? ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മലയാളി മെമ്മോറിയൽ ട്രാവൻകൂറിലെ മഹാരാജാവിനാണ് സമർപ്പിച്ചിട്ടുള്ളത്. 1891 ഇത്. G.P. Pilla ആയിരുന്നു ഇതിനൊരു ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ് അല്ലേ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഡോക്ടർ പൽപ്പു ആണ് അല്ലേ. അദ്ദേഹമാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തതും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1896 ഇഴവ കമ്മ്യൂണിറ്റിക്ക് കിട്ടേണ്ട അവരുടെ ഒരു ഇഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളതായിരുന്നു ഇത്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞത് നിവർത്തന അജിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അബ്സ്റ്റേഷൻ മൂവ്മെൻറ്റ് 1932 നടന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വൈക്കം ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹാസ്. Statement 1. The Vaikam Satyagraha 1924-25 was initiated to secure the right to entry into the Vaikam Mahadeva temple for lower caste. 2. Mahatma Gandhi visited Kerala in 1925, specifically in connection with the Vaikam Satyagraha. 3. K. Kelappan, known as Kerala Gandhi, served as the secretary of the Guruvayur Satyagraha committee while Mannathu Padmanabhan was its president. So, Vaikam Satyagraha ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ, ഈ 2 സത്യാഗ്രഹത്തിനെയും കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹ 1924-25 കറക്റ്റാണ്. വാസ് ഇനീഷ്യേറ്റഡ് ടു സെക്യൂർ ദ റൈറ്റ് ടു എൻട്രി ഇൻ ടു ദ വൈക്കം മഹാദേവ ടെമ്പിൾ ഫോർ ലോവർ കാസ്റ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ?
വൈക്കം സത്യാഗ്രഹ ഒരിക്കലും ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു റോഡിലൂടെ ലോവർ കാസ്റ്റ് പീപ്പിളിന് പോകാനുള്ള ആ ഒരു അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫോർ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ട് അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2. മഹാത്മാഗാന്ധി വിസിറ്റഡ് കേരള ഇൻ 1925 സ്പെസിഫിക്കലി ഇൻ കണക്ഷൻ വിത്ത് ദ വൈക്കം സത്യാഗ്രഹ. അത് കറക്റ്റാണ്. ദെൻ 3. കെ കേളപ്പൻ known as Kerala Gandhi served as the secretary of the Guruvayur Satyagraha Committee while Mannathu Padmanabhan was its president. അതും കറക്റ്റാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി 2 and 3 only. 6th question. Consider the following statements regarding Vaikam Abdul Qadir Maulavi. Statement 1. He founded the journal Swadeshabhimani in 1905 to promote social reform and nationalist ideas, later appointing Ramakrishna Pilla as its editor. 2. He established the Travancore Muslim Mahajana Sabha to promote secular education and socio-economic progress within the community. 3. He translated the Quran into simple Malayalam to make religious texts accessible to the common people. സോ വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോ ആർ കറക്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഹി ഫൗണ്ടഡ് ദ ജേണൽ സ്വദേശാഭിമാനി ഇൻ 1905. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1905 5 തെങ്ങിൽ വെച്ചിട്ടാണ് സ്വദേശാഭിമാനി പത്രം ഇദ്ദേഹം ആരംഭിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു പ്രൊമോട്ട് സോഷ്യൽ റിഫോം ആൻഡ് നാഷണലിസ്റ്റ് ഐഡിയാസ്. കറക്റ്റാണ്. ലേറ്റർ അപ്പോയിൻറ്റിംഗ് രാമകൃഷ്ണ പിള്ള ആസ് ഇറ്റ്സ് എഡിറ്റർ. അതും കറക്റ്റാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റർ ആയിരുന്നത് CP ഗോവിന്ദപിള്ളയായിരുന്നു. CP ഗോവിന്ദപിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. ശേഷം K രാമകൃഷ്ണ പിള്ളയെ ഈ പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് നിയമിക്കുന്നതാണ്. 1906 മുതലാണ് രാമകൃഷ്ണ പിള്ള ഈ ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് വരുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇവിടെ കറക്റ്റാണ്. ദെൻ സെക്കൻഡ്, he established the Travancore Muslim Mahajana Sabha to promote secular education and socio-economic progress within the community. So second statement correct തന്നെയാണ്. Then third statement, he translated the Quran into simple Malayalam to make religious texts accessible to the common public. അതും കറക്റ്റാണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റാണ്. കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആർ കറക്റ്റ്. 7th question നോക്കാം. Consider the following statements regarding Mannathu Padmanabhan and the Nayar Service Society, that is NSS. Statements 1. The Nayar Service Society was originally founded in 1914 under the name Nayar Vridhajana Sangham. 2. Mannathu Padmanabhan led the historic Savarna Jatha from Vaikam to Thiruvananthapuram in 1924 to demonstrate upper caste solidarity with the Vaikam Satyagraha. 3. He was appointed as the first president of the Travancore Devasam Board after independence. സോ മന്നത്ത് പത്മനാഭനെ കുറിച്ചും നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ചുമുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നായർ സർവീസ് സൊസൈറ്റി വാസ് ഒറിജിനലി ഫൗണ്ടഡ് ഇൻ 1914 അണ്ടർ ദ നെയിം നായർ വൃദ്ധജന സംഘം. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1914 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നായിരുന്നില്ല, നായർ വൃദ്ധജന സംഘം എന്നായിരുന്നു. ആ ഒരു പേര് ഇതിന് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു പേര് കൊടുത്തത് കപ്പണ്ണ കണ്ണൻ മേനോൻ എന്ന ആളായിരുന്നു. 1915 ജൂലൈ 11 ഇതിന് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പുതിയ പേര് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത് K പരമപിള്ളയാണ് ഇതിന് ഇപ്പോഴത്തെ പേരായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ഓക്കെ. ദെൻ മന്നത്ത് പത്മനാഭൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മന്നത്ത് പത്മനാഭൻ ലെഡ് ദ ഹിസ്റ്റോറിക് സവർണ ജാഥ ഫ്രം വൈക്കം ടു തിരുവനന്തപുരം ഇൻ 1924 ടു ഡെമോൺസ്ട്രേറ്റ് അപ്പർ കാസ്റ്റ് സോളിഡാരിറ്റി വിത്ത് ദ വൈക്കം സത്യാഗ്രഹ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 1924. കറക്റ്റാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് മന്നത്ത് പത്മനാഭനെ ആണെന്നാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് തെറ്റാണ്. 1950 അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം 1950 മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുന്നത്. എന്നാൽ അദ്ദേഹം ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നില്ല. ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നത് കെ കുമാറായിരുന്നു ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. സോ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ 1 and 2 ഓൺലി ആണ്. ഓപ്ഷൻ എ 1 and 2 ഓൺലി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 1 and 2 ഓൺലി. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പ്രൊമിനൻറ്റ് വിമൻ ലീഡേഴ്സ് ഓഫ് ദ സോഷ്യോ കൾച്ചറൽ മൂവ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലളിതാംബിക അന്തർജനം ആക്റ്റീവ്ലി wrought against the rigorous restrictions and isolation, that is Gosha, faced by Nambudiri women in her literary works like Agnisakshi. 2. Anna Chandi, the first female judge in India, published the journal Srimati, which advocated strongly for women's voting rights and structural equality. 3. Arya Pallam. Arya Pallam played a major role in the Yachana Yatra, that is the begging march, organized by V.T. Bhattathiripadu in 1931 to fund the education of poor children. ഓക്കെ, നമ്മുടെ വിമൻ ലീഡേഴ്സിനെ കുറിച്ചുള്ള, അതായത് സോഷ്യോ കൾച്ചറൽ മൂവ്മെൻറ്റ്സിലെ വിമൻ ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ലളിതാംബിക അന്തർജനം ആക്റ്റീവ്ലി wrought against the rigorous restrictions and isolation faced by നമ്പൂതിരി women in her literary work like അഗ്നിസാക്ഷി. കറക്റ്റാണ്. ഘോഷ പോലെയുള്ള നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും ഐസൊലേഷൻസിനെ കുറിച്ചൊക്കെ ലളിതാംബിക അന്തർജനം അവരുടെ വർക്കായിട്ടുള്ള അഗ്നിസാക്ഷിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then second one, Anna Chandi, the first female judge in India, published the journal Srimati, which advocated strongly for women's voting rights and structural equality. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അന്ന ചാണ്ടി അവരാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ ഫീമെയിൽ ജഡ്ജ് എന്ന് പറയുന്നത്. അവർ പബ്ലിഷ് ചെയ്ത ജേണലാണ് ശ്രീമതി എന്ന് പറയുന്ന ജേണൽ. ആൻഡ് ദിസ് ശ്രീമതി ഇതിൽ വുമൺ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചും സ്ട്രക്ചറൽ ഇക്വാലിറ്റീനെ കുറിച്ചുമൊക്കെ പറയുന്നൊരു ജേണലാണ്. ഓക്കെ, ദെൻ ആര്യ പള്ളം പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ യാചനയാത്ര. ആര്യ പള്ളം യാചനയാത്രയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്യ പള്ളമാണ്. വി ടി ഭട്ടതിരിപ്പാട് ഓർഗനൈസ് ചെയ്ത യാചന യാത്രയിൽ ഒരു മേജർ റോള് വഹിച്ചിട്ടുള്ള ഒരാളാണ് ആര്യ പള്ളം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ കറക്റ്റാണ്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആർ കറക്റ്റ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വി ടി ഭട്ടതിരിപ്പാട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഹിസ് ലാൻഡ്മാർക്ക് പ്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഫ്രം ദ കിച്ചൺ ടു ദ സ്റ്റേജ് വാസ് സ്റ്റേജഡ് ഇൻ 1929 ആൻഡ് സെർവ്ഡ് ആസ് എ പവർഫുൾ ക്രിട്ടിക് അഗെയിൻസ്റ്റ് ദ പാട്രിയാർക്കൽ exploitation within his community. 2. He was the chief architect behind the Kalyanadayini Sabha at Alua. 3. He strongly advocated for widow remarriage and intercaste marriage, famously executing them within his own family circles. So, V.T. ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ച 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോ ഈസ് ഓർ ആർ കറക്റ്റ്, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1. ഹിസ് ലാൻഡ്മാർക്ക് പ്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമുക്കറിയാം വീട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേ ആണ്, ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലെങ്കിൽ ഫ്രം ദ കിച്ചൺ ടു ദ സ്റ്റേജ് എന്നത്. ഇത് 1929 തന്നെയാണ് ഇത് അരങ്ങേറിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ ക്രിട്ടിക് അഗെയിൻസ്റ്റ് പാട്രിയാർക്കൽ എക്സ്പ്ലോയിറ്റേഷൻ വിത്തിൻ ഹിസ് കമ്മ്യൂണിറ്റി. ഓക്കെ, കറക്റ്റാണത്.
ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഹി വാസ് എ ചീഫ് ആർക്കിടെക്ട് ബിഹൈൻഡ് ദ കല്യാണധായിനി സഭ അറ്റ് ആലുവ. വി.ടി. ഭട്ടതിരിപ്പാട് ആണോ കല്യാണധായിനി സഭയുടെ ആർക്കിടെക്റ്റായിട്ട് വരുന്നത്? അല്ല, പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് കല്യാണധായിനി സഭ. വി.ടിയുമായി ബന്ധപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുക ഏതാണ്? യോഗക്ഷേമ സഭയാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെത്. കല്യാണധായിനി സഭ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ റോങ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. He strongly advocated for widow remarriage and intercaste marriage, famously executing them within his own family circles. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇദ്ദേഹം വിഡോ റീമാരേജിനെയും, അതായത് വിധവാ വിവാഹത്തിനെയും അതുപോലെ ഇൻ്റർകാസ്റ്റ് മാരേജിനെയും ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി സർക്കിളിൽ നിന്ന് തന്നെ അദ്ദേഹം ഇത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1ഉം 3ഉം, അതായത് 1 and 3 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1 and 3 ഓൺലി. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഈഴവ മെമ്മോറിയൽ ആൻഡ് ദ മലയാളി മെമ്മോറിയൽ. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 1. ദ മലയാളി മെമ്മോറിയൽ 1891 വാസ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 സിറ്റിസൺസ് ആൻഡ് പ്രസൻറ്റഡ് ടു മഹാരാജ ശ്രീമൂലം തിരുനാൾ. Second statement, the first Izhava Memorial 1896 was signed by over 13,000 Izhavas and submitted to the Maharaja demanding basic admission rights to government schools. Third statement, the second Izhava Memorial was presented directly to Lord Curzon, the Viceroy of India, during his visit to Thiruvananthapuram. സോ ഈഴവ മെമ്മോറിയലിനെ കുറിച്ചും മലയാളി മെമ്മോറിയലിനെ കുറിച്ചുമുള്ള ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ മലയാളി മെമ്മോറിയൽ വാസ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 സിറ്റിസൺസ് ആൻഡ് പ്രസൻറ്റഡ് ടു മഹാരാജ ശ്രീമൂലം തിരുനാൾ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചിട്ടുള്ളത്. ആർക്കാണ് കൊടുത്തത്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് തന്നെയാണ്. 10,000-ലേറെ സിറ്റിസൺസ് ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പറയണമെങ്കിൽ 10,028 എന്നാണ് പറയുന്നത്. അത്രയും ആളുകൾ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മോറിയൽ 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ ദിവാനായിരുന്നത് ടി രാമറാവു ആയിരുന്നു അന്ന് ദിവാനായിരുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഈ മലയാളി മെമ്മോറിയൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ് എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കെ.പി. ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ജി.പി. പിള്ളയാണ് ഇതിനെ പിറകെ ഓടി നടന്ന ആളെന്ന് പറയുന്നത് ജി.പി. പിള്ളയാണ്. പക്ഷേ അദ്ദേഹം രണ്ടാമതാണ് ഒപ്പുവെച്ചിട്ടുള്ളത്, അത് ഓർക്കുക. ഫസ്റ്റ് കെ.പി. ശങ്കരമേനോൻ, ദെൻ സെക്കൻഡ് ജി.പി. പിള്ള, ദെൻ തേർഡായിട്ട് ഇതിൽ ഒപ്പുവെക്കുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഫസ്റ്റ് ഇഴവ മെമ്മോറിയൽ വാസ് സൈൻഡ് ബൈ ഓവർ 13,000 Izhavas and submitted to the Maharaja demanding basic admission rights to government schools. സോ ഈ ഇഴവ മെമ്മോറിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഇഴവ മെമ്മോറിയൽ ഉണ്ടായിരുന്നു. ഒന്ന് 1896 ആൻഡ് ദ സെക്കൻഡ് വൺ 1900 1896 ഫസ്റ്റ് ഇഴവ മെമ്മോറിയലിൽ 13,000-ലേറെ ഇഴവാസ് സൈൻ ചെയ്തു എന്ന് പറയുന്നു. അതിൽ കറക്റ്റ് നമ്മളൊരു നമ്പർ പറയുകയാണെങ്കിൽ 13,176 പേരാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 13,176 പേര് ഒപ്പുവെച്ചിട്ടാണ് ഫസ്റ്റ് ഇഴവ മെമ്മോറിയൽ ആർക്ക് സമർപ്പിക്കുന്നത്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് തന്നെയാണ് സമർപ്പിക്കുന്നത്. ഫസ്റ്റ് ഇഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു 1896. 13,176 പേരാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇഴവ മെമ്മോറിയൽ 1900 അത് ഡയറക്റ്റ്ലി ഇവർ ലോർഡ് കേഴ്സൺ ആണ് ഇത് കൊടുക്കുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അത് കൊടുക്കുകയാണ്. സോ നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റും 2ഉം 3ഉം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. സോ 1ഉം 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കറക്റ്റാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആർ കറക്റ്റ്. സോ
ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഏകദേശം കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കണ്ടൻറ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്